ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നെസ്റ്റഡ് ലൂപ്പിൻ്റെ പ്രാക്ടിക്കൽ സെഷനാണ്. എല്ലാവരും അതിൻ്റെ ലോജിക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നന്നായി നോക്കുക. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ സെഷനിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് ലൂപ്പാണ് പറയുന്നത്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഒരു ലൂപ്പിനകത്ത് അനദർ ലൂപ്പ് അല്ലേ, അതായത് ഇപ്പോൾ വൈൽ ലൂപ്പ് ആകാം, ഫോർ ലൂപ്പ് ആകാം, എന്ത് ലൂപ്പ് വേണമെങ്കിലും ആകാം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്ന ഒരു ഔട്ടർ ലൂപ്പും ഇതെന്ന് പറയുന്ന ഒരു ഇന്നർ ലൂപ്പും. നമ്മളിപ്പോൾ എഴുതുമ്പോൾ സമയത്ത് ഔട്ടർ ലൂപ്പ് ഇന്നർ ലൂപ്പ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അകത്തോട്ട് ഇൻഡന്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും മറ്റേ കേളി ബ്രാക്കറ്റ്സ് മിസ്സിങ് അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എപ്പോഴും ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഇന്നർ ലൂപ്പ് നമ്മൾ അകത്തോട്ട് ഇൻഡന്റ് ചെയ്ത് എഴുതുക. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു സ്റ്റാർ ഫോർമാറ്റ്, ഒരു ട്രയാങ്കുലർ ഫോമിൽ ഒരു സ്റ്റാർ ഫോർമാറ്റ് പ്രിന്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിളും ജെ എന്ന് പറയുന്ന വേരിയബിളും, രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഐ ഈക്വൽ ടു 1 കൊടുത്തു, ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 പറഞ്ഞു, ഐ 1 വെച്ച് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. അതായത് 5 ടൈംസ് ഈ ഔട്ടർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇന്നർ ലൂപ്പ്. ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് അതുപോലെ ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണ്. ഐ ടൈംസ് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഐയുടെ വാല്യൂ 1 ആവുമ്പം ജെ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? ഒരു പ്രാവശ്യം. അതായത് ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഐയുടെ വാല്യൂ 1 ആയപ്പം ജെ ഈ ലൂപ്പ് ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് എന്തായി, ഐ ഇൻക്രീസ് ചെയ്തു, ഐ ഇൻക്രീസ് ചെയ്ത് 2 ആയി. 2 ആകുമ്പോൾ വീണ്ടും ഈ ലൂപ്പിലോട്ടുള്ള എൻട്രി അല്ലേ, ഈ ലൂപ്പിലോട്ടുള്ള എൻട്രി ആവുമ്പോൾ എങ്ങനെ ചെയ്യും? ജെ ഈസ് ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു. ഐ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, അപ്പൊ ലെസ് ദാൻ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ ആണ്, ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തു. വീണ്ടും ജെ ഇൻക്രീസ് ചെയ്തിട്ട് 2 ആയി. വീണ്ടും എന്താണ് കണ്ടീഷൻ? ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണ് പറയുന്നത് അല്ലെ. അപ്പൊ 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ഈക്വൽ ടു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറയാം കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിന്റ് ചെയ്യും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയായിരിക്കും? 2 സ്റ്റാർ പ്രിന്റ് ചെയ്യും അല്ലെ. അത് കഴിഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആയി എക്സിറ്റ് ആയി. അപ്പൊ ഓരോ പ്രാവശ്യം ഈ ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് ഈ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു, ഇവിടെ വന്ന് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു. അടുത്ത 2 സ്റ്റാർ പ്രിന്റ് ചെയ്തു, വീണ്ടും ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു അല്ലെ. വീണ്ടും ഇവിടെ വന്നിട്ട് 3 ആയി. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയി. 3 ആയപ്പം ഈ ലൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 3 പ്രാവശ്യം വർക്ക് ചെയ്യും. ആ സമയത്ത് 3 പ്രാവശ്യം വർക്ക് ചെയ്ത് 3 പ്രിന്റിന് ശേഷം എന്തായി? വീണ്ടും ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു. അങ്ങനെ എത്ര ടൈംസ് ഇത് പ്രിന്റ് ചെയ്യും? 5 ടൈംസ് ഇത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നോക്കാം. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ആദ്യം ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു, 2 സ്റ്റാർ. ഇതിപ്പോ ഓരോ സ്റ്റാറിനും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നേക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ അവിടെ ഇത് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അപ്പൊ ഒരു സ്റ്റാർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഓരോ പ്രിന്റിനും ഇടയ്ക്ക് ഇത് വന്നേക്കുന്നത്. ഓരോ സ്റ്റാറിനും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നേക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ചേർത്ത് പ്രിന്റ് ചെയ്യും, നമുക്ക് ഗ്യാപ്പ് അറിയാൻ പറ്റൂല. പക്ഷെ ഗ്യാപ്പ് ഇട്ട് പ്രിന്റ് ചെയ്തപ്പോൾ അതൊരു ഭംഗിയുണ്ടല്ലേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഔട്ട്പുട്ട് വേണ്ടത് അതനുസരിച്ചിട്ട് ഫോർമാറ്റിംഗിൽ നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളത് കൊടുക്കണം. ഇപ്പൊ ന്യൂ ലൈൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യും. ഏത് ലൂപ്പ് എത്ര വർക്ക് ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ ഒക്കില്ല അല്ലെ. അപ്പൊ ഇവിടെ ഓരോ പ്രാവശ്യം ഇന്നർ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂ ലൈൻ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നെക്സ്റ്റ് ലൈൻ വരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 അല്ലെ. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെയാ ഏത് വേരിയബിൾ പ്രിന്റ് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 അല്ലെ, അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടണം. അതായത് ഏതാണ് നമുക്ക് ഇന്നർ ലൂപ്പിലുള്ള ജെ അല്ലെ. ജെ എന്ന് പറയുമ്പോൾ ഐ ഒരു പ്രാവശ്യം കയറുമ്പോൾ ആദ്യം അതിൽ ജെയിൽ 1 മാത്രമേ ഉള്ളൂ അല്ലെ. അടുത്ത ജെ ഐ 2 ആകുമ്പോൾ ജെ എന്താണ് 1 2 ആവും അല്ലെ. അടുത്തതാണെങ്കിലോ ഐ 3 ആവുന്ന സമയത്ത് ജെ 1 ആയി 2 ആയി 3 അല്ലെ. അങ്ങനെ 1 2 3 എന്നുള്ള പ്രിന്റിങ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ അടുത്ത എന്താണ് ഐ 4 ആവുന്ന സമയത്ത് 1 2 3 4 വരെ കിട്ടും അല്ലെ ജെയുടെ വാല്യൂ. അടുത്തതോ ഐ 5 ആവുന്ന സമയത്ത് ജെയുടെ വാല്യൂ എന്താവും? ആദ്യം 1 ആവും, പിന്നെ 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും
കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ ഏത് പ്രിന്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടും? ജെ എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്ത് നമ്മളവിടെ സ്റ്റാർ അല്ലേ നേരത്തെ പ്രിന്റ് ചെയ്തത്, അതിന് പകരം എന്ത് ചെയ്യണം? ജെ എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? ആ സമയത്ത് ഇവിടെ നോക്കിയാലോ, 1 2 2 3 3 3 4 4 4 അല്ലേ, 5 5 5 5 അങ്ങനെ പ്രിന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഓരോ പ്രിന്റിങ് എത്ര ടൈംസ് വേണം എന്നുള്ളത് ഇന്നർ ലൂപ്പിൽ ജെ ലൂപ്പിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ ഏത് വേരിയബിൾ ആണ്? ഐ 1 ആകുന്ന സമയത്ത് എന്താണ്, ജെയും 1 ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഐയുടെ വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ടോ ജെ പിന്നെ ഐ 2 ആവുന്ന സമയത്ത് ജെ 2 ടൈംസ് വർക്ക് ചെയ്യും. അപ്പൊ പക്ഷെ ഐയുടെ വാല്യൂ വേരി ചെയ്യുന്നില്ല അല്ലെ, ഐ 2 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 2 2 എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത എന്താ വരുന്നത്? ഐ 3 ആയി അല്ലെ, ഐ 3 ആയപ്പോഴ് ജെ 3 ടൈംസ് പ്രിന്റ് ചെയ്യും. ഏത് വാല്യൂ പ്രിന്റ് ചെയ്യണം? ഐ പ്രിന്റ് ചെയ്യണം. മനസ്സിലായി? 3 ടൈംസ് ഐ പ്രിന്റ് ചെയ്യണം. അതുപോലെ അടുത്തെന്താ വന്നേക്കുന്നത്? ഐയുടെ വാല്യൂ 4 ആയി അല്ലേ, അപ്പൊ 4 ടൈംസ് ഐ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അടുത്തത് ഐയുടെ വാല്യൂ 5 ആയി, 5 ആയപ്പോൾ അതുപോലെ 5 ടൈംസ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലേ. 1 0 1 1 0 1 1 0 1 ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമുക്ക് 1ഉം 0ഉം അങ്ങനെ ഓരോ പ്രാവശ്യം കൊടുക്കാൻ പറ്റില്ല അല്ലേ? എന്തുകൊണ്ടാ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റാത്ത? എന്തുകൊണ്ടാണ്? ഇവിടെ ഓരോ ലൈനിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിലെ റിലേഷൻ എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് ലൈൻ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സെക്കൻഡ് ലൈൻ 2ൽ 0ൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. തേർഡ് ലൈൻ വീണ്ടും അതായി 1ൽ സ്റ്റാർട്ട് ചെയ്തു, ഫോർത്ത് ലൈൻ വന്നപ്പോൾ 0ൽ സ്റ്റാർട്ട് ചെയ്തു, ഫിഫ്ത്ത് ലൈൻ വന്നപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് റിലേഷൻ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏതാണ്? ഈ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, റോ നമ്പർ കേട്ടോ, റോ നമ്പർ 1, റോ നമ്പർ 3, റോ നമ്പർ 5 അല്ലേ. അതായത് ഓഡ് നമ്പേഴ്സ്, റോ നമ്പർ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഐയുടെ വാല്യൂ ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 0ൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതൊന്നും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് എങ്ങനെ വരുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇതിനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് 1 1 2 1 2 3 അങ്ങനെ വരണം അല്ലേ. അപ്പൊ നമ്മൾ ഈ പ്രിന്റിങ് നമുക്ക് കോഡ്സ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എനിക്ക് വേണ്ടത് വേരിയബിളിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് കോഡ്സിനകത്തിട്ട് പ്രിന്റ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അവിടെ സ്റ്റാർ വാല്യൂ അല്ല പ്രിന്റ് ചെയ്യുന്നത്, ഒരു വേരിയബിളിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? പെർസെൻറ്റേജ് ഡി അല്ലേ, അങ്ങനല്ലേ പറയണ്ടേ? പെർസെൻറ്റേജ് ഡി കോമ ഏതാണ്? ഐയുടെ വാല്യൂ അല്ലേ, സോറി ഐയുടെ വാല്യൂ അല്ല ജെയുടെ വാല്യൂ അല്ലേ. അപ്പൊ ജെയുടെ വാല്യൂ ആദ്യം 1 ആവും, പിന്നെ അടുത്തതിൽ വരുമ്പോൾ 1 വരും, 2 വരും അല്ലെ, അടുത്തതിൽ വരുമ്പോൾ 1 2 3 എന്നും പറഞ്ഞ് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇല്ലാതെ ചേർത്ത് പ്രിന്റ് ചെയ്യും അല്ലേ. 1 1 2 1 2 3 എന്ന് ഗ്യാപ്പ് ഇല്ലാതെ വരും. അപ്പൊ നമുക്ക് ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ ഒരു സ്പേസ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? 1 1 2 1 2 3, അതായത് നമ്മൾ ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. അപ്പൊ ഓരോ പ്രാവശ്യം ഐ വേരി ചെയ്യുമ്പോഴും ഐ വേരി ചെയ്തപ്പോൾ ജെ എന്തായി? 1 ആയി അല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുക, കാരണം ഐ ലെസ് ദാൻ ഈക്വൽ ടു ജെ ആണ്, സോറി ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണ് അവിടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായി? ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു. അടുത്തത് വീണ്ടും ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ 2 അല്ലേ. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ ജെ 1 ആവും 2 ആവും. അപ്പൊ നമ്മൾ ഏത് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്? ജെയുടെ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് വന്നത്. അപ്പൊ നമുക്ക് ഏത് വാല്യൂ ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ഈ ലൂപ്പിനകത്ത് പ്രിന്റിങ് മാറ്റി കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, അടുത്തത് 2 2 അല്ലേ, പിന്നെ വരുന്നത് 3 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് മാറ്റി കൊടുക്കണം? അപ്പൊ ഇവിടെ ജെ വേരി ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന വാല്യൂ ഇതാണ്, ഐ ആണ് അല്ലേ. അപ്പൊ ജെ വേരി ചെയ്തുകൊണ്ട് ഈ ലൂപ്പിനകത്ത് ഓരോ പ്രാവശ്യം വേരി ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ആദ്യം 1 ആയി, ജെ ഇത്ര ടൈംസ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു. അടുത്ത വീണ്ടും ജെ ഐയുടെ വാല്യൂ 2 ആയി, ജെ 2 ടൈംസ് വർക്ക് ചെയ്തു അല്ലെ. അപ്പൊ പ്രിന്റിംഗ് എന്നുള്ള ജെക്കകത്ത് വേണം, പക്ഷെ പ്രിന്റ് ചെയ്യേണ്ട ക്യാരക്ടർ വേരിയബിൾ ഏതാണ്? ഐ ആണ്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ ചെയ്ത് നോക്കാം, ഒന്നും കൂടെ ഒരു റൺ കൂടെ ചെയ്ത് നോക്കാം. കണ്ട? 1 2 2 3 3 3 4 4 4 5 5 5, അതായത് ഐ ആണ് ഓരോ ആ റോ മൊത്തമായിട്ട് എന്താണ്? ഐ കോൺസ്റ്റന്റ് ആയിരിക്കും, ഐയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാല് നമ്മൾ 1 1 0 1 1 0 1 അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഫോർമാറ്റ് വേണ്ടത് എന്തായിരുന്നു? 1 0 1, അടുത്തത് 1 0 1, പിന്നെ 0 1 0 1 അങ്ങനെയാണ് പോകുന്നത് അല്ലേ.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ നമ്പർ ഓഫ് ലൈൻസ് അല്ലേ, ആ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 1ൽ സ്റ്റാർട്ട് ചെയ്യണോ 0ൽ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് പറയേണ്ടത്. അപ്പോൾ റോ നമ്പർ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യണം 0ൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ആദ്യത്തെ ലൈനിൽ 1ൽ സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത്തെ ലൈനിൽ 01 എന്നാണ് വന്നത് അല്ലേ, മൂന്നാമത്തെ ലൈനിൽ 101 എന്നാണ് വന്നത്, നാലാമത്തെ ലൈനിൽ 0101 എന്നാണ് വന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ അനദർ ഒരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രണ്ട് ലൂപ്പിന് ഇടയ്ക്കായിട്ട് സ്റ്റാർട്ടിംഗ് നമ്പർ ഏതാണെന്നുള്ള ഡിസിഷൻ ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് നമ്പറിന്റെ ഏതാ വേണ്ടത്, 1 ആണോ 0 ആണോ വേണ്ടതെന്നുള്ളത് എടുക്കണം അല്ലേ. അപ്പൊ ഈ ഐയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ I%2 = 1 എന്ന് പറഞ്ഞാൽ റോ നമ്പർ ഈക്വൽ ടു റോ നമ്പറിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ 1 ആണെങ്കിൽ, അതായത് എന്താണ് ഓഡ് ആണെങ്കിൽ അല്ലെ, ഓഡ് നമ്പർ ആണെങ്കിൽ സിയുടെ വാല്യൂ എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം, 1ൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 0ൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതല്ലെങ്കിൽ ഇതാണല്ലോ. അപ്പൊ എൽസിൽ നമുക്ക് എന്ത് പറയാം, C = 0 എന്ന് പറയാം അല്ലെ. നമ്മൾ ഇവിടെ 0 ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയണം, C = 0 കൊടുക്കണം. മനസ്സിലായോ? അതായത് ഈവൻ ആണോ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഏത് നമ്പർ ആയാലും ഈവൻ നമ്പർ ആണോ എങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോ ഏത് ഇപ്പൊ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെ, A%2 = 0 വന്ന ഈവൻ നമ്പർ ആണ് അല്ലെ, അത് = 1 വന്ന എന്താണ് ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ ആ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ടിംഗ് നമ്പർ ഇവിടെ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് ഇന്നർ ലൂപ്പിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, printf %d C പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ആൾറെഡി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, കാരണം ആ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ചേർന്ന് വരും, വേറെ പ്രശ്നമൊന്നുമില്ല, ഈ പ്രിന്റ് ചെയ്യുന്നത് ചേർന്ന് വരും, ഗ്യാപ്പ് ഇല്ലാതെ വരും. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം ആദ്യം നമ്മൾ 1 ആണ് പ്രിന്റ് ചെയ്യുന്നെങ്കിൽ അടുത്തത് വരണം 0 വരണം അല്ലെ, 0 ആണ് പ്രിന്റ് ചെയ്യുന്നെങ്കിൽ 1 വരണം അല്ലെ. അപ്പൊ സെക്കൻഡ് റോയിൽ ഇപ്പൊ ആദ്യത്തെ റോയിൽ ഒരു പ്രിന്റേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അടുത്തതിൽ വരുമ്പോഴോ 0 1 0 അങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ എന്താവണം, സിയുടെ വാല്യൂ 0 ആണെങ്കിൽ സിയെ 1 ആക്കുക, അല്ലെങ്കിൽ എന്താക്കുക 0 ആക്കുക. ഓക്കെ, സിയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ 1 ആക്കി, അല്ലെങ്കിൽ അതിനെ 0 ആക്കി. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന. ഇന്നർ ലൂപ്പിനകത്തും ഔട്ടർ ലൂപ്പിനകത്തും സെപ്പറേറ്റ് കണ്ടീഷനും അവിടെ പറയണം. ആ കണ്ടീഷൻ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കി നമുക്ക് എവിടെ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലെ, ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യിപ്പിച്ചു, ഗെറ്റ് ചെയ്യിച്ചു കൊടുത്തു. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട 1 0 1 1 0 1 0 1 0 1 1 0 1 0 1 കണ്ട, കറക്റ്റ് ആയിട്ട് ആ ഫോർമാറ്റ് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മളത് ഓരോ ഡിസിഷൻ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കിൽ വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ ഏതാണ് വേണ്ടത്, നെക്സ്റ്റ് നമ്പർ ഏതാണ് വേണ്ടത്, അതെല്ലാം നമ്മൾ കണ്ടീഷനിലൂടെ പറയണം അല്ലേ. നമ്മളെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വെറുതെ നമ്മൾ എഴുതുന്ന പോലെ എഴുതിയാൽ പോരല്ലോ അല്ലേ. അപ്പൊ അത് നോക്കിയിട്ട് ഒരു ലോജിക്കെല്ലാം നോക്കി മനസ്സിലാക്കി ഇതെല്ലാം ചെയ്ത് നോക്കുക, പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നല്ല നല്ല കുറേ പ്രോഗ്രാംസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാമായിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ലോജിക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈം കാണാം.